വെൽക്കം ബാക്ക് ടു എജുപോഡ്. സ്വാതി മിസ് ആണ്. അപ്പൊ നിങ്ങൾ ഇതേ സ്കൂളൊക്കെ തുറന്ന് പല സബ്ജക്ട്സിലും പല ചാപ്റ്റേഴ്സ് ഒക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ട് വരികയായിരിക്കും. അപ്പൊ മിസ്സിന്റെ മക്കൾ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും, എന്താണ് ഓണ എക്സാം ആവാനായിട്ടുണ്ട്, ഓണ എക്സാം അടുത്തെത്തിയിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. മിസ്സിന് അറിയാം, ശരിയാണ്, ഓണ എക്സാം ഏകദേശം അടുത്തെത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ മിസ് ഇതേ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോവാണ്. അതായത് നമ്മുടെ സബ്ജക്റ്റിൽ ടോട്ടൽ എത്ര യൂണിറ്റുകൾ, എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനുണ്ട് എന്ന് മിസ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, നമ്മുടെ സബ്ജക്റ്റ് ഹിന്ദിയാണ്, നിങ്ങൾക്ക് അറിയാലോ. സ്വാതി മിസ് ഹിന്ദിയാണ് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹിന്ദിയിൽ നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് ആണ്, എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് മിസ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോവാണ്. റെഡി മക്കളെ? സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുപോഡ്. സ്വാതി മിസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, നമ്മൾ ഒരുപാട് സബ്ജക്ട്സ് പഠിക്കുന്നുണ്ട്. ഓരോ സബ്ജക്റ്റിലും നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് ആണല്ലോ. അപ്പൊ നോക്കിക്കോളൂ, നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരികയാണ്. നമ്മുടെ സബ്ജക്ട് ഏതാണ് മിസ്, ഏതാണ് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്? ഹിന്ദിയാണ്. ഓക്കെ, നമ്മുടെ ഹിന്ദിയിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നമ്മൾ ആദ്യം നോക്കാൻ പോവാണ്. ഓക്കെ, പതിയെ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സിലും എല്ലാ സബ്ജക്റ്റിലും എത്ര ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ആദ്യം മിസ് നിങ്ങൾക്ക് ഹിന്ദി പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? റെഡി ആണല്ലോ? അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാണ്? ഇവിടെ മിസ് കുറെ നിങ്ങളുടെ സബ്ജക്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സബ്ജക്ട് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, മിസ് നോക്കട്ടെ നിങ്ങൾക്ക് എത്ര പേർക്കാണ് ഹിന്ദി ഇഷ്ടം, എത്ര പേർക്കാണ് ഇംഗ്ലീഷ് ഇഷ്ടം, എത്ര കൂടുതൽ ആൾക്കാരുണ്ട് എന്ന് മിസ് നോക്കട്ടെ. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്യണേ നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്ട് ഏതാണ്. റെഡിയാണ് മക്കളെ? അപ്പൊ നോക്കാം നമുക്ക്. നമ്മുടെ ഹിന്ദിയിൽ നിങ്ങൾ ഈ വർഷം 6ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എത്ര യൂണിറ്റുകളാണ്? ഇതേ നോക്കിക്കോ, ഓരോ യൂണിറ്റുകളുമാണ് ഓരോ ബോക്സ് ആക്കി കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇവിടെ എത്ര ബോക്സ് കാണാൻ പറ്റുന്നുണ്ട്? നിങ്ങൾക്ക് 3 ബോക്സ് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, 1 2 3 കഴിഞ്ഞിട്ടില്ല, നെക്സ്റ്റ് വരുന്നുണ്ട്. ഇത് നിങ്ങളുടെ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക് ആണ്. രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് കേട്ടോ, 2 പാർട്ട് ഉണ്ട്. അതിൽ നോക്കിക്കോ, ഇവിടെ 4ാമത്തെയും 5ാമത്തെയും യൂണിറ്റ് ആണ്. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് 3 യൂണിറ്റുകളാണ്, രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ 2 യൂണിറ്റുകളാണ്. ഓക്കെ, രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഓൺ എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം സ്കൂളിൽ നിന്ന് വീണ്ടും തരും. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പൊ നോക്കിക്കോളൂ, നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൽ എത്ര ചാപ്റ്റർ പഠിക്കാനുണ്ട്? ഈ ബോക്സ് കണ്ടോ, ഈ ബോക്സ് ആണ് എന്ത്, നിങ്ങൾ ഒന്നാമത്തെ യൂണിറ്റ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എത്ര എണ്ണം ഉണ്ട്? ഏക്ക് ദോ 2 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യത്തെ ചാപ്റ്റർ ഏതാണ് നോക്കിക്കോ. ആദ്യ ചാപ്റ്ററിന്റെ പേരെന്താ? നീലി ചിടിയ, നീലപക്ഷി. ഓക്കെ, നീലി ചിടിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ് ആദ്യം നമുക്ക് 6ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അടുത്തത് റൂ റൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഹാനിയാണ്, ഒരു കഥയാണ്. കഹാനി എന്ന് പറഞ്ഞാൽ കഥയാണ്, ഒരു കഥയാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. ഇനി ഏതാ പഠിക്കാനുള്ളത്? രണ്ടാമത്തെ യൂണിറ്റ്, രണ്ടാമത്തെ ബോക്സ് നോക്കിക്കേ. ആദ്യം ബാദൽ. ഓക്കെ, ബാദൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. റെഡി അല്ലേ? ഇനി അടുത്തേ നോക്കിക്കോ, ഏതാണ്? സീഖടി മച്ചലി സൂഖി ക്യോം നഹി. ഓക്കെ, ഒരു വലിയ പേരാണല്ലേ, നമുക്ക് പതിയെ പഠിക്കാം. അതെന്താണ്? ഒരു ലോക കഥയാണ്. ലോക കഥ എന്ന് പറഞ്ഞാൽ നാടോടി കഥയാണ്. അതെന്താന്നൊക്കെ മിസ് നിങ്ങൾക്ക് പതിയെ ചാപ്റ്ററിൽ പറഞ്ഞു തരും. നമ്മുടെ എജുപോർട്ടിന്റെ സൂപ്പർ ബാച്ചിൽ ആപ്പിൽ, അതായത് എജുപോർട്ടിന്റെ ആപ്പിൽ മിസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ലോക കഥ എന്നൊക്കെ ഡീറ്റെയിൽ ആക്കിയിട്ട് സ്വാതി മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, റെഡി അല്ലേ? അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സെറ്റ് ആണല്ലോ? ഇനി ഇതേ 3ാമത്തെ യൂണിറ്റ് എത്തി. 3ാമത്തെ യൂണിറ്റിലും നമുക്ക് 2 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, നോക്കിയോ, മീഠാ സന്ദര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംസ്മരണാണ്, ഒരു ഓർമ്മക്കുറിപ്പാണ്. പിന്നെ ചലേം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഹാനിയാണ് നമുക്ക് വീണ്ടും പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? 3 യൂണിറ്റുകളാണ്. ഇനി ഇപ്പുറത്തേക്ക് നോക്കിയോ, രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഇതേ 4ാമത്തെ യൂണിറ്റ്. രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിലുള്ളതിൽ നമുക്ക് ആദ്യത്തിൽ എത്ര എണ്ണമാണ്? 2 ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്. 4ാമത്തെ യൂണിറ്റ് ആണ്. കണ്ടോ, ഈ കൈ ചാർന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. 4ാമത്തെ യൂണിറ്റിൽ 2 ചാപ്റ്റേഴ്സ് ആണ്. ആദ്യത്തത് മിലേ സബുക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ്. അടുത്തത് ഇച്ചു ഓർ ബിനിയ. 2 കൂട്ടുകാരാണ്. ഓക്കെ, ഇച്ചുനെയും ബിനിയെയും കുറിച്ചിട്ടുള്ള ഒരു കഹാനിയാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നിങ്ങളുടെ 6ാം ക്ലാസ്സിലെ ലാസ്റ്റത്തെ വർഷം, നിങ്ങൾ ജനുവരി ഒക്കെ ആകുമ്പോൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് ഏതാണ്? 5ാമത്തെ യൂണിറ്റിലെ മുന്നൂക്കി സ്വതന്ത്രത. എന്താ വായിക്കുക? മുന്നൂക്കി സ്വതന്ത്രത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഹാനി, ഒരു കഥയാണ്. ലാസ്റ്റ് ചാപ്റ്റർ ഏതാ നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്? ഉൽട്ടാ പുൽട്ടാ. ഓക്കെ, ഉൽട്ടാ പുൽട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ് ലാസ്റ്റ് പഠിക്കാനുള്ളത്. സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര ചാപ്റ്റേഴ്സ് ഈ വർഷം നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിക്കണം? ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പൊ 4 എണ്ണമായി. 2 4 ആയിട്ടുണ്ട്. 6 8 10.
ഓക്കെ, കണ്ടോ? 10 ചാപ്റ്റേഴ്സ് ആണ് മക്കളെ നമുക്ക് എവിടെ പഠിക്കാനുള്ളത്. ദേ നമ്മുടെ ഹിന്ദി സബ്ജക്റ്റില് ഈ വർഷം നിങ്ങളെ 6ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, എത്രയാണ്? 10 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. നമ്മൾ മാർച്ച് ആവുമ്പത്തേക്ക് 10 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിയണം. സൂപ്പറാക്കി പഠിക്കണ്ടേ? ഹിന്ദി നിങ്ങള് ഒരുപാട് പേർക്ക് ഇഷ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഹിന്ദി ഇഷ്ടമല്ല, ഭയങ്കര ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മിസ്സിന് അറിയാം. അപ്പം എന്താണ്, എല്ലാ ചാപ്റ്ററിന്റെയും മലയാളം മിസ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ എജുപോർട്ടിന്റെ സൂപ്പർ ബാച്ചിൽ, എജുപോർട്ടിന്റെ ആപ്പിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ കാണാൻ പറ്റും. എല്ലാ ചാപ്റ്റേഴ്സും മിസ് മലയാളം ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടാണ് ഹിന്ദി നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആക്കി മനസ്സിലാക്കാൻ പറ്റും. ഹിന്ദി മാത്രമല്ല മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയാക്കി 10 ചാപ്റ്റേഴ്സും പഠിക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് എജുപോർട്ടിന്റെ ആപ്പിലേക്ക് വരിക. നമുക്ക് സൂപ്പർ ആക്കി ഈ വർഷത്തെ ഹിന്ദി കംപ്ലീറ്റ് പഠിക്കാം കേട്ടോ. റെഡി അല്ലേ മക്കളെ? 10 ചാപ്റ്റേഴ്സ് കുറച്ച് ചാപ്റ്റേഴ്സ് ഒന്നും അല്ല. കഴിഞ്ഞ വർഷം 5ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സ് ആയിരുന്നു. ഈ വർഷം ഇച്ചിരി വലിയ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? യെസ്. അപ്പം നമ്മള് 5 യൂണിറ്റില് 10 ചാപ്റ്റേഴ്സ് ഈ വർഷം പഠിക്കും. ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ. ഹിന്ദി നിങ്ങൾക്ക് സൂപ്പർ ആക്കി പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് എജുപോർട്ടും സ്വാതി മിസ്സും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. പെട്ടെന്ന് തന്നെ വന്നോ, എജുപോർട്ടിന്റെ ആപ്പിലേക്ക് വന്നോ. എല്ലാ ക്ലാസ്സും തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ 2 യൂണിറ്റ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് വരിക കേട്ടോ. റെഡി അല്ലേ മക്കളെ? അപ്പം നമുക്ക് എന്താണ്, ഓണ എക്സാമിന്റെ ചാപ്റ്റേഴ്സ് ഒക്കെ ഇനി പതിയെ പതിയെ പഠിച്ചു തുടങ്ങാം. മിസ് ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ ചാപ്റ്ററിന്റെ ലൈവും മലയാളം എക്സ്പ്ലനേഷൻ ആയിട്ടും എല്ലാം സ്വാതി മിസ് വരുന്നുണ്ട്. അപ്പൊ മിസ്സിന്റെ മക്കൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. മറക്കണ്ട, മിസ് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാന്ന് കമന്റ് ചെയ്യണേ. മിസ് നോക്കട്ടെ. റെഡി അല്ലേ? അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. റെഡി ആണല്ലോ? നമ്മുടെ 6ാം ക്ലാസ്സിന്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ. മിസ് ഇടുന്ന പുതിയ വീഡിയോസും അല്ലെ സയൻസും സോഷ്യലിന്റെ ഒക്കെ പുതിയ വീഡിയോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് കാണാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ചാനൽ കേട്ടോ. റെഡി അല്ലേ മക്കളെ? യെസ്. അപ്പം താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. Ready.